തിരുവനന്തപുരം സ്വദേശി RS ശശികുമാറിന്റെ ഹർജി ഫയലിൽ ഒരു അമ്പ് എനിക്കെതിരെ കരുതി വെച്ചിട്ടുണ്ട്. അതെ അതെ ഈ പണ്ഡിതോചിതം അനുഭവ പരിചയം. പിന്നെ അതുപോലെ വേറെ കുറച്ച് വിശേഷണങ്ങളുണ്ട്, നമുക്കത് പോകെ പറയാം. അതെ ശരി. അപ്പൊ ഇന്ന് രാവിലെ ഇത്ര പോരെ സാറേ, പതുക്കെ പോരെ? മതി, തൃപ്തിയായി. അവസ്ഥയാണ്, അതൊരു ഒരു കോട്ട കിട്ടാറുണ്ട്. അപ്പൊ ഞാൻ എന്റെ വാർത്തയുടെ ആ ഒരു ഗൗരവം അങ്ങ് പോകും. അപ്പോൾ ഈ ഹൈക്കോടതി ചട്ടപ്രകാരം മുഖ്യമന്ത്രിക്ക് വാർത്ത മനോരമ ഗൗരവമായിട്ടാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതെ, മനോരമ ഗൗരവമായിട്ട് കാര്യം. അത് ഞാൻ നിങ്ങളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ തമാശയിലേക്കൊക്കെ പോകുമ്പോഴേക്കും ഗൗരവം അങ്ങ് പോകും. അപ്പോൾ ഹൈക്കോടതി ഈ ചട്ടപ്രകാരം ഈ നോട്ടീസ് കത്തായിട്ടായിരിക്കും മുഖ്യമന്ത്രിക്ക് കൊടുക്കുക. കോടതിയുടെ നോട്ടീസിന് പകരം രജിസ്ട്രാർ ഒപ്പുവെച്ച കത്താണ് കൊടുക്കേണ്ടത് എന്ന് ഈ ഹൈക്കോടതിയുടെ ചട്ടം 51D പറയുന്നുണ്ട്. അപ്പോൾ ആ കത്ത് കിട്ടും, നോട്ടീസും പോയിട്ടുണ്ട്. ഇതിന്റെ ഒരു തുടർ വാർത്തകളിലേക്ക് നമുക്ക് പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. വീണ്ടും നമുക്കൊന്ന് ഇരിക്കേണ്ടി വരും ഈ വിഷയം ചർച്ച ചെയ്യാൻ. അപ്പോൾ ഒന്നാമത്തെ വാർത്തയായി വരുന്നത് അതാണ്. മറ്റ് വാർത്തകളൊക്കെ ഏറെക്കുറെ സമാനമായ രീതിയിൽ തന്നെയാണ് കാണുന്നത്. പിന്നെ എനിക്ക് എടുത്തു പറയാൻ തോന്നിയ ഒരു വാർത്ത ലക്ഷദ്വീപ് ലക്ഷങ്ങൾ തിരയുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസത്തിന്റെ തുടർച്ച. ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന ഒരു കീവേഡായി ലക്ഷദ്വീപ് മാറുകയാണ്. അപ്പോൾ നമ്മുടെ ടൂറിസത്തിന് കഴിഞ്ഞ ദിവസം സാർ മീഡിയ എഡിറ്റേഴ്സിൽ സൂചിപ്പിച്ചതുപോലെ ലക്ഷദ്വീപിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ലക്ഷദ്വീപ് പ്രിഫർ ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നു എന്നുള്ളത് ഈ ഒരു വിവാദങ്ങളുടെയൊക്കെ ഒരു തുടർച്ചയായി വരുന്നു. അതേസമയം തന്നെ കേരളത്തിൽ നിന്ന് ഈ മാൽദീവ്സിലേക്ക് യാത്ര ബുക്ക് ചെയ്തിട്ടുള്ള, നമ്മളൊന്നും പോയിട്ടില്ല, അപ്പോ ബുക്ക് ചെയ്തിട്ടുള്ള, ഞങ്ങൾ പോയിട്ടില്ല, അത് സത്യമല്ലേ സാർ? ഫാക്ട് ഞങ്ങൾ പോയിട്ടില്ല. അരുൺ സാർ പോയിട്ടുണ്ടോ? ഇല്ല, ലക്ഷദ്വീപിൽ പോയിട്ടില്ല. എനിക്ക് കുറച്ച് മാൽദീവ്സിൽ പോയിട്ടുണ്ടോ? ആ വിദ്യാർത്ഥികളൊക്കെ വളരെ നല്ല വിദ്യാർത്ഥികളാണ്. അവർ വലിയ രീതിയിലുള്ള പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിലും സ്പോർട്സിനോട് വലിയ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ. ഞാൻ തിരുവനന്തപുരത്ത് പഠിക്കുന്ന കാലഘട്ടത്തിൽ, നമ്മൾ ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്യുന്ന കാലഘട്ടത്തിൽ മാൽദ്വീപുകാരെ നമ്മൾ കാണാതെ മുന്നോട്ട് നടക്കും. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ്, ജനറൽ ഹോസ്പിറ്റൽ, ഈ മറിയം റഷീദ വരുന്നതും ഫൗസിയ ഹസൻ വരുന്നതും ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ്. ഹെൽത്ത് ടൂറിസത്തിന് കേരളത്തിനുള്ള ഏറ്റവും വലിയ സാധ്യത മാൽദീവ്സ് ആയിരുന്നു. എനിക്ക് ഓർമ്മയില്ല, വേറെ കാര്യമുണ്ട്, ഹോസ്പിറ്റൽ അതൊക്കെ മാൽദീവ്സ് ആണ്. മാൽദീവ്സിൽ നിന്നാണ്. അവിടെ നമ്മൾ അതിനകത്തുള്ള കാര്യം പ്രത്യേക കൗണ്ടർ ഉണ്ട് അറ്റൻഡ് ചെയ്യാനായി. ഏതാ? ഈ മാൽദീവ്സ്. അല്ല, അത് പക്ഷേ അത് വെച്ചാലേ നമ്മുടെ ഈ ഹെൽത്ത് ടൂറിസം എന്ന് പറയുന്നത് നമ്മളൊരു ഇതായിട്ട് മാറുന്നത്, ഒരു ഡെസ്റ്റിനേഷൻ ആയിട്ട് മാറുന്നത് യഥാർത്ഥത്തിൽ അവിടെ ഒന്നുമില്ല. അപ്പൊ അവിടെ ഒരു നല്ല ഹോസ്പിറ്റൽ 5 ലക്ഷത്തിൽ താഴെ മാത്രം ആൾക്കാർ. 55 ലക്ഷം. അതെ, സോറി, 55 ലക്ഷം. അപ്പോൾ ഇതിൽ ലക്ഷദ്വീപിനെ കുറിച്ച് പറയുന്നത്, അപ്പോൾ മാൽദീവ്സിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ലക്ഷദ്വീപിൽ എന്തൊക്കെ കാര്യങ്ങളാണ്? കാരണം പ്രഫുൽ ഖോഡ പട്ടേൽ എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേറ്റർ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ അത് ഡിസ്പ്യൂട്ട് ചെയ്യപ്പെട്ടതാണ്. പക്ഷേ ഇനി കൊണ്ടുവരാൻ പോകുന്ന പരിഷ്കാരങ്ങളിലേക്ക് കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കാരണം പുതിയ വിമാനത്താവളം വരാൻ പോകുന്നു. അവിടെ ഈ മാൽദീവ്സുമായി താരതമ്യം ചെയ്യുമ്പോൾ പശ്ചാത്തല സൗകര്യങ്ങളിലുള്ള ഒരു കുറവുണ്ട്. ആ കുറവ് പരിഹരിക്കാനായുള്ള നടപടികളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. അതായത് മികച്ച സൗകര്യങ്ങളുള്ള സുസജ്ജമായ എയർപോർട്ട് അത് അടിയന്തര പ്രാധാന്യത്തോടെ പരിഗണിക്കുന്നു എന്നാണ് കേന്ദ്ര വിനോദസഞ്ചാര മന്ത്രി ജി കിഷൻ റെഡ്ഡി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. അപ്പോൾ അതേക്കുറിച്ചാണ് പറയുന്നത്. പിന്നെ സീപ്ലെയിൻ, പ്രധാന ദ്വീപുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സീപ്ലെയിൻ സർവീസിലേക്ക് സ്പൈസ് ജെറ്റ് കൂടി വരുന്നു. അതും ഒരു പ്രധാനപ്പെട്ട നീക്കമാണ്. പിന്നെ ഈ കമ്പനികൾ, മൾട്ടിനാഷണൽ കമ്പനീസ് അല്ലെങ്കിൽ ചില വ്യവസായ പ്രമുഖർ, അവരൊക്കെ ലക്ഷദ്വീപിലേക്ക് വരുന്നു എന്നുള്ള ഒരു രാഷ്ട്രീയമായി ചർച്ച ചെയ്യേണ്ട ചില നീക്കങ്ങളും ഇതിനിടയിൽ നടക്കുന്നുണ്ട്. ആർക്കൊക്കെയാണ് അവിടെ അനുമതി കൊടുക്കാൻ പോകുന്നത്, അതും വാർത്തയാകാൻ സംഭവിക്കാൻ പോകുന്നത്. വ്ളോഗർമാരുടെ ഒരു വലിയ വരവുണ്ടാവും ലക്ഷദ്വീപിലേക്ക്. അല്ല, അതോടുകൂടി ലക്ഷദ്വീപ് സൂപ്പർ ഹിറ്റ് ആയി തീരും. മാലിദ്വീപ്സ് ചേതൻ ഭഗത്ത് പറഞ്ഞതുപോലെ ആ വിഡ്ഢിത്തം നമുക്ക് ഗുണകരമായി. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷദ്വീപിലെ എന്താ വിദ്യാഭ്യാസത്തിന്റെ കാര്യം? ലക്ഷദ്വീപില് മികച്ച വിദ്യാഭ്യാസം കൊടുക്കുന്ന സ്ഥാപനങ്ങളുടെ എണ്ണം കുറവാണ്. അതുകൊണ്ട് തന്നെ അതായത് നമ്മുടെ കുട്ടികളുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ ആ രീതിയിലുള്ള കുട്ടികളല്ല വരുന്നത്. പക്ഷെ അവർ സ്പോർട്സിൽ മിടുക്കന്മാരാണ്, പാവം കുട്ടികളാണ്, വളരെ സാധാരണക്കാരായ ജെനുവിനായ കുട്ടികളാണ്. കാരണം അവർ